നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 10% നമ്മൾ ചാരിറ്റി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ അടുത്ത് ഒരുപാട് പൈസ കിട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പണക്കാരിയായിട്ട് ചാരിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതിന്റെ ഒരു 10% ചാരിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമ്പോഴേ അവരുടെ വിചാരം നമ്മൾ ഭയങ്കര കോടീശ്വരിയാണെന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. നമ്മളിങ്ങനെ മാങ്ങ, ചക്ക, തെങ്ങ് ഇതൊക്കെ ഉണ്ടല്ലോ, ആ വൃക്ഷം അവരുടെ വൃക്ഷത്തിലാണ് അത് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവര് തന്നെ അത് കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലോ. അവരുണ്ടാക്കുന്ന ഫലങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുകയല്ലോ. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്റൻഷനിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും അതൊരു സ്പിരിച്വൽ ലെവലിൽ നമുക്ക് ഭയങ്കര നല്ലതാണത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നതിന്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഒരു 10% നമ്മൾ മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇന്ന് കടവും ബാധ്യതകളൊന്നും ഇല്ലാതെ, ലോണൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് ആ വീട്ടിലിരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.